بسم الله الرحمن الرحيم. يا أيها الذين آمنوا لا تقدموا بين يدي الله ورسوله واتقوا الله إن الله سميع عليم. يا أيها الذين آمنوا لا ترفعوا أصواتكم فوق صوت النبي ولا تجهروا له بالقول كجهر بعضكم لبعض أن تحبط أعمالكم وأنتم لا تشعرون. إن الذين يغضون أصواتهم عند رسول الله أولئك الذين امتحن الله قلوبهم للتقوى لهم مغفرة وأجر عظيم. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1802 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 49-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഹുജറാത്തിനെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള പഠനമാണ് ഇന്ന് നിർവഹിക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا لا تقدموا بين يدي الله ورسوله واتقوا الله إن الله سميع عليم. يا أيها الذين آمنوا لا ترفعوا أصواتكم فوق صوت النبي ولا تجهروا له بالقول كجهر بعضكم لبعض أن تحبط أعمالكم وأنتم لا تشعرون. إن الذين يغضون أصواتهم عند رسول الله أولئك الذين امتحن الله قلوبهم للتقوى لهم مغفرة وأجر عظيم. صدق الله العلي العظيم. വിശുദ്ധ ഖുർആനിലെ 49-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഹുജറാത്തിലെ ആദ്യത്തെ 3 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. സൂറത്തുൽ ഹുജറാത്തിന്റെ പഠനം നമ്മൾ ഇന്ന് ആരംഭിക്കുകയാണ്. സൂറത്തുൽ ഫത്ഹിന്റെ പഠനം, അതിന്റെ തുടർ ചർച്ചയും ഒക്കെ ഇന്നലത്തോടെ നമ്മൾ പൂർത്തീകരിക്കുകയുണ്ടായി. അതിനെ തുടർന്നാണ് വിശുദ്ധ ഖുർആനിലെ 49-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഹുജറാത്തിന്റെ പഠനം നമ്മൾ ആരംഭിക്കുന്നത്. ഹുജറാത്ത് എന്ന വാക്ക് ഈ സൂറത്തിന്റെ പേരായിട്ട് നിശ്ചയിക്കപ്പെട്ടതാണ്. ഈ സൂറത്തിലെ 4-ാമത്തെ ആയത്തില് ആ പദം വരുന്നുണ്ട്. ഇന്നല്ലദീന യുനാദൂനക മിൻ വറാഇൽ ഹുജുറാത്തി അക്സറുഹും ലാ യഖിലൂൻ. ഇതാണ് 4-ാമത്തെ ആയത്തിന്റെ ഉള്ളടക്കം. ഈ 4-ാമത്തെ ആയത്തില് ഹുജുറാത്ത് എന്ന പദം വരുന്നത് നമ്മൾ കണ്ടു. ഹുജറ എന്ന അറബി വാക്കിന്റെ ബഹുവചനമാണ് ഗുജറാത്ത്. മലയാളത്തില് അറ, മുറി എന്നൊക്കെ പറയുന്ന റൂം എന്ന പദം, ഇംഗ്ലീഷിൽ റൂം എന്ന് പറയുന്ന ആ വാക്കിന്റെ സൂചന. ഒരു കുടുംബം അന്തിയുറങ്ങുന്ന, അതിന്റെ സ്വകാര്യത നൽകുന്ന ഒരിടം ആയിട്ട് അതിനെ മനസ്സിലാക്കാം. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനയിലെ മസ്ജിദ് നബവിയുടെ ചുറ്റുമായിട്ട് അദ്ദേഹത്തിന്റെ പത്നിമാർക്ക്
നിർമ്മിച്ചു കൊടുത്തിരുന്ന ചെറിയ അറകൾ അല്ലെങ്കിൽ വീടുകൾ, ഇതിനെ സൂചിപ്പിക്കുന്ന ഒരു പദമാണ് ഹുജറാത്ത് എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരെല്ലാവരും തന്നെ മസ്ജിദുൻ നബവിയുടെ ചുറ്റുമായിട്ട് അവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു നൽകപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതാണ് ഹുജറാത്ത് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഹുജറ എന്നതിന്റെ ബഹുവചനമാണ്. ഞാനിവിടെ കേൾപ്പിച്ച പോലെ 4-ാമത്തെ ആയത്തില് ഈ ഹുജറാത്തിനെ പരാമർശിച്ചുകൊണ്ട് ഒരു കാര്യം അല്ലാഹു പറയുന്നുണ്ട്. അതുകൊണ്ട് ആ പദം ഈ സൂറത്തിന്റെ പേരായി അംഗീകരിക്കപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ സൂറത്തില് പ്രതിപാദിക്കപ്പെടുന്ന വിഷയങ്ങളുമായിട്ട് നേരിട്ട് ബന്ധം എന്നതോ അല്ലെങ്കിൽ ഇതാണ് ഈ സൂറത്തിലെ വിഷയം എന്നോ പറയാവുന്ന വിധത്തിലല്ല. പക്ഷെ ഒരു ബന്ധമുണ്ട് താനും. ഗുജറാത്ത് എന്ന പരാമർശം ഈ സൂറത്തില് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന ഒരു പദമാണ്. അപ്പൊ ഒരു അടയാളപ്പെടുത്തലാണ് ഈ സൂറത്തിന്റെ വേർതിരിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു പേര് നൽകുക, ഒരു അടയാളം നൽകുക എന്ന നിലക്കാണ് ഈ പേര് വരുന്നത്. അത് സൂറത്ത് കൈകാര്യം ചെയ്യുന്ന വിഷയമാണ് എന്ന് പറയാൻ പറ്റുകയില്ല. വിഷയവുമായിട്ട് ചെറിയ ബന്ധമുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോ ഈ സൂറത്ത് അവതരിക്കുകയുണ്ടായത് നമ്മൾ സൂറത്തുൽ ഫത്ഹ് മനസ്സിലാക്കിയല്ലോ. അത് ഹിജ്റ 6-ാം വർഷത്തില് ദുൽഖഅദ് മാസത്തില് നിർവഹിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെട്ട ഉംറ യാത്ര, അതിനെ തുടർന്ന് അതിന്റെ മടക്കത്തിലാണ്, ആ യാത്ര അവസാനിപ്പിച്ച് മടങ്ങുന്ന ഘട്ടത്തിലാണ് സൂറത്തുൽ ഫത്ഹ് അവതരിക്കുകയുണ്ടായതെന്ന് നമ്മൾ കണ്ടു. യഥാർത്ഥത്തിൽ ഈ സൂറത്തുൽ ഹുജറാത്ത് നമുക്ക് ഏകദേശം ഇതിന്റെ എല്ലാ ഭാഗവും അവതരിച്ചു എന്ന് പറയാവുന്നത് ഈ ഹിജ്റ 9-ാം വർഷത്തിലാണ്. എന്ന് പറഞ്ഞാൽ മക്ക ഫത്ഹിന് ശേഷമുള്ള ഒരു ഘട്ടത്തിലാണ് എന്ന് മനസ്സിലാക്കാനാണ് സാധ്യത കൂടുതലായിട്ടുള്ളത്. ഈ സൂറത്തിൽ 18 ആയത്തുകളാണുള്ളത്. ഈ 18 ആയത്തുകളും പലപ്പോഴായി അവതരിപ്പിക്കപ്പെട്ട ആയത്തുകൾ ഒരുമിപ്പിച്ച് വെച്ച് ഒരു സൂറത്തായിട്ട് ക്രോഡീകരിക്കപ്പെടുകയാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സൂറത്തായിട്ട് പരിഗണിക്കപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. ഒന്നിച്ച് ഒറ്റ തവണയായിട്ട് അവതരിച്ച ഒരു സൂറത്തല്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യ നിർവഹണത്തിന്റെ ഏകദേശം അവസാന ഘട്ടത്തില് സത്യവിശ്വാസികൾക്ക് വിശേഷിച്ച് ഇസ്ലാമിലേക്ക് ഫത്ഹ് മക്കയോടെ വന്നു ചേർന്ന ധാരാളം ആളുകൾ ഉണ്ടായിരുന്നല്ലോ. മക്കയിലും അതുപോലെ മദീനയുടെ പ്രാന്തപ്രദേശങ്ങളിലൊക്കെ ആയിട്ടുണ്ടായിരുന്ന ആളുകൾ. ഈ ആളുകൾ ഇസ്ലാമിലേക്ക് വന്നപ്പോൾ അവർക്ക് നേരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഉണ്ടായിരുന്ന സത്യവിശ്വാസികൾ തുടക്കം മുതലേ മക്കയിൽ നിന്നും മദീനയിലെ ആദ്യകാലത്തിലൊക്കെ ഇസ്ലാമിലേക്ക് വന്നു ചേർന്നിട്ടുണ്ടായിരുന്ന ആളുകൾ ശീലിച്ചിട്ടുണ്ടായിരുന്ന മര്യാദകളും സ്വഭാവ ഗുണങ്ങളൊന്നും ഈ അവസാന ഘട്ടത്തിൽ ഇസ്ലാമിലേക്ക് വന്ന ആളുകൾക്ക് കരഗതമാക്കാൻ അവസരം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അപ്പോ അവരിലെ ചില സ്വഭാവപരമായ പ്രശ്നങ്ങൾ കാണപ്പെട്ടപ്പോ അത് തിരുത്തുകയും അവരെ ശരിയായ മര്യാദകളും ധാർമ്മികതയും ഒക്കെ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുകയാണ് ഈ സൂറത്തിലെ 18 ആയത്തുകളിലായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പോ അവതരണം ആ ഇത്തരം സന്ദർഭങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല ഘട്ടങ്ങളിലായിട്ടാണ്. ചിലതൊക്കെ മക്ക ഫത്ഹിന് മുന്നേ അവതരിച്ചതുണ്ടാകാം. എന്നാൽ കൂടുതലും ഈ മക്ക ഫത്ഹിന് ശേഷം, മക്ക വിജയത്തിന് ശേഷം, മക്ക വിജയം എന്ന് പറയുന്നത് ഹിജ്റ 8-ാം വർഷത്തിലാണ്. ഹുദൈബിയ സന്ധി നടക്കുന്നത് ഹിജ്റ 6-ാം വർഷത്തിലാണ്.
ഈ ഉംറത്തുൽ ഖളാ നടക്കുന്നത് ഹിജ്റ 7-ാം വർഷത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദൗത്യം പൂർത്തീകരിച്ച് അള്ളാഹുവിലേക്ക് മടങ്ങുന്നത് ഹിജ്റ 10-ാം വർഷത്തിലാണ്. അപ്പൊ ഈ മക്ക വിജയത്തെ തുടർന്നുള്ള ഘട്ടത്തിൽ ഇസ്ലാമിലേക്ക് വന്ന ആളുകൾ മനസ്സിലാക്കേണ്ടതിന് അനിവാര്യമായും അവരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരേണ്ടിയിരുന്ന ചില വിഷയങ്ങളാണ്. അതെല്ലാവർക്കും ഗുണകരമായത് തന്നെയാണ്, എല്ലാവർക്കും പ്രയോജനകരമായ കാര്യങ്ങൾ തന്നെയാണ് അതിൽ അടങ്ങിയിട്ടുള്ളത്. പക്ഷെ അത് ഓരോന്നും അങ്ങനെയാണല്ലോ. ഖുർആനിലെ ഓരോ കാര്യങ്ങളും ഓരോ സന്ദർഭവും സാഹചര്യവും ഒക്കെ അനുസരിച്ചാണ് അവതരിച്ചിട്ടുള്ളത്. ഓരോ പ്രശ്നം നേരിടുമ്പോൾ, ഓരോ വിഷയം അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ ആണ് അത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ദൈവിക നിർദ്ദേശങ്ങളും മാർഗദർശനവും ഒക്കെ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഈ സൂറത്തിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. അപ്പോ അടുത്തടുത്ത ഘട്ടങ്ങളിൽ പലപ്പോഴായി അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള നിർദ്ദേശങ്ങളും നിയമങ്ങളും മാർഗദർശനവും ഒക്കെ അടങ്ങിയ കാര്യങ്ങളാണ് സൂറത്തുൽ ഹുജറാത്തില് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോ സമാനതകളുള്ള ആയത്തുകളെ ഒരുമിപ്പിച്ച് വെച്ച് അതിനെ ഒരു സൂറത്തായിട്ട് പരിഗണിക്കപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതിന്റെ ക്രോഡീകരണവും ആ വിധത്തിലുള്ള അസംബ്ലേജും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദൈവിക മാർഗദർശനത്തിൽ തന്നെ നിർവഹിച്ചിട്ടുള്ള കാര്യമാണ്. അതിലൊന്നും സംശയമൊന്നുമില്ല. അത് ആ നിലക്ക് ക്രോഡീകരിക്കപ്പെട്ടത് തന്നെയാണ്. പക്ഷെ അവതരണം പല ഘട്ടങ്ങളിലും ആയിട്ടാണ്. അപ്പൊ ഈ സൂറത്തിന്റെ പേര് ഞാൻ സൂചിപ്പിച്ചു, അൽ ഹുജറാത്ത് എന്നാണ്. ഹുജ്റ എന്ന അറബി വാക്കിന്റെ ബഹുവചനാണത്. അറകൾ, മുറികൾ, ഭവനങ്ങൾ, വീടുകൾ എന്നൊക്കെ മനസ്സിലാക്കാവുന്നതാണ്. ഒറ്റ വാക്കില് ഒരു വീട്ടിന്റെ ഒരു മുറിക്കും അങ്ങനെ പറയും ഹുജ്റ എന്ന്. ഒരു 5, 6, 8, 10 മുറികളുള്ള ഒരു വീടിന്റെ ഒരു മുറിക്ക് ഹുജ്റ എന്ന് പറയും. മസ്ജിദ് നബവിയോട് ചേർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പത്നിമാർക്ക് വേണ്ടി ഒരുക്കി കൊടുത്തിരുന്ന ഭവനങ്ങളാണ് അല്ലെങ്കിൽ അറകളാണ് ഈ ഹുജറാത്ത് എന്ന പേരിൽ ഇവിടെ പരാമർശിക്കപ്പെടുന്നത്. അപ്പൊ ഇതിന്റെ ഉള്ളടക്കം എന്താണ് എന്നതാണ് നമ്മളത് ഇനി പരിശോധിക്കേണ്ടത്. എന്റെ പേരിനെ കുറിച്ച് ഞാൻ പരാമർശിച്ചു, അതിന്റെ അവതരണ ഘട്ടവും ഞാൻ സൂചിപ്പിച്ചു. അത് ഹിജ്റ 8-ാം വർഷത്തിലെ മക്ക വിജയത്തെ തുടർന്നുള്ള ഘട്ടത്തിലാണ്. എന്ന് പറഞ്ഞാൽ ഹിജ്റ 9-ാം വർഷത്തിന്റെ തുടക്കത്തിലോ മധ്യത്തിലോ ഒക്കെ ആയിട്ടാണ് ഈ സൂറത്ത് അതിന്റെ ഇപ്പോൾ ഉള്ള രൂപത്തിൽ ക്രോഡീകരിക്കപ്പെട്ടുകൊണ്ട് അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നത്. അതിന്റെ കുറച്ചു മുമ്പുള്ള ഘട്ടങ്ങളിൽ പലപ്പോഴായിട്ട് അവതരിച്ച കാര്യങ്ങളും അതിലുണ്ടാവും. അപ്പൊ ഇത് ഈ സൂറത്തിന്റെ അവതരണത്തിന്, ഇതിന്റെ ചില ഭാഗങ്ങളെങ്കിലും അവതരിക്കുന്നതിന് ചില കാരണങ്ങൾ ചരിത്ര സ്രോതസ്സുകളിൽ കാണാൻ പറ്റുന്നുണ്ട്. പലപ്പോഴായിട്ട് അവതരിച്ചതാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോ ഈ ആയത്തുകൾക്കൊരു വിഷയപൊരുത്തമുണ്ട്, പരസ്പരം യോജിപ്പുള്ള വിഷയങ്ങൾ ഒരുമിച്ച് വെച്ചതാണ് എന്നത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോ വ്യക്തമായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന കാലഘട്ടത്തിലെ ജീവിതത്തിന്റെ അവസാന ഭാഗത്ത്, അവസാന കാലത്താണ് ഇതിലെ ആയാത്തുകൾ അവതരിച്ചിട്ടുള്ളത്. അപ്പോ ഇതിലെ 4-ാമത്തെ ആയത്തില് ഒരു ചരിത്ര സംഭവം പരാമർശിക്കുന്നുണ്ട്. അതിന്നാണ് ഈ സൂറത്തിന്റെ പേര് വന്നിട്ടുള്ളത്. ഹുജറാത്ത് എന്നുള്ള പേര് വന്നത് നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ അത് സംഭവം ഇങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാര് താമസിച്ചിരുന്ന ഈ ഹുജറത്തുകളില് അതിന്റെ പുറകില് വന്ന് ചില ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉറക്കെ പേര് വിളിച്ച്, ഒരു ഒച്ചത്തിൽ പേര് വിളിച്ചുകൊണ്ട് പുറത്തേക്ക് വരാൻ വേണ്ടി ആവശ്യപ്പെട്ട ഒരു സംഭവം. എന്ന് പറഞ്ഞാൽ അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വേണ്ടി വന്നതാണ്. അവര് മദീനക്ക് പട്ടണത്തിനകത്തുള്ള ആളുകളല്ല, പട്ടണ പ്രാന്തങ്ങളിൽ ഉണ്ടായിരുന്ന
ബദവി സമൂഹത്തിൽപ്പെട്ട ആളുകളാണ്. ബദവികള് അല്ലെങ്കിൽ ഈ ഗ്രാമീണ അറബികൾ എന്നോ അല്ലെങ്കിൽ മരുഭൂവാസികളായ അറബികൾ എന്നൊക്കെ അറിയപ്പെടുന്ന കൂട്ടര് അങ്ങനെ പട്ടണത്തിലെ പോളിഷ്ഡ് ആയിട്ടുള്ള ജീവിത രീതിയോ സംസ്കാരമോ മര്യാദകളോ ഒന്നും അറിയുന്നവരൊന്നുമല്ല. അവര് ആ മരുഭൂമിയുടെ ജീവിത സാഹചര്യത്തിന്റെ പാരുഷ്യത്തിൽ വളർന്ന ആളുകളാണ്. അവർക്ക് ആ വിധത്തില് ആ പാരുഷ്യത്തോടു കൂടി സംസാരിക്കാനും പെരുമാറാനും ഒക്കെ മാത്രമേ അറിയുകയുള്ളൂ. അതുകൊണ്ട് ഒരാളെ വിളിക്കുകയാണെങ്കിൽ അവര് മരുഭൂമിയിൽ നിന്ന് വിളിക്കണ പോലെ വലിയ ഉച്ചത്തിലാണ് വിളിക്കുക. അപ്പോഴേ കേൾക്കേണ്ട ആൾക്ക് ശബ്ദം എത്തുള്ളൂ എന്നുള്ള ഒരു കണക്കുകൂട്ടലാണ് അവർക്ക് ഉണ്ടാകുക. മരുഭൂമിയുടെ ആ തുറന്ന അവസ്ഥയില് വളരെ അകലല്ലാതെ കാണുന്ന അകലത്തിലുള്ള ഒരാളെ തന്നെ വിളിക്കണമെങ്കിൽ അത്യുച്ചത്തില് ഷൗട്ട് ചെയ്ത് വിളിക്കുകയൊക്കെ വേണ്ടി വരും. അപ്പോഴേ അവർക്ക് കേൾക്കാൻ അവസരം ഉണ്ടാവുള്ളൂ. അപ്പൊ അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാര് താമസിച്ചിരുന്ന വീടുകളുടെ പുറകിൽ വന്നിട്ട് അവര് ഉച്ചത്തിൽ യാതൊരു മര്യാദയും ഒന്നും കാണിക്കാതെ ഉറക്കെ യാ മുഹമ്മദ് എന്ന വിധത്തിൽ വിളിക്കുകയാണ്. ഇതാണ് വിഷയം. അപ്പൊ അതില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കാണിക്കേണ്ട ബഹുമാനമോ ആദരവോ നീ ആരോട് തന്നെയും കാണിക്കേണ്ട ഒരു മര്യാദയോ ഒന്നും കാണിക്കാത്ത ആ പരുഷത്തിന്റെ രീതിയിൽ പരുക്കനായ ഒരു രീതിയിലാണ് അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിക്കുകയുണ്ടായത്. അപ്പൊ ഇത് ഒരു മര്യാദകേടാണ്. അവര് അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എല്ലാവരും കാണിക്കേണ്ട മര്യാദകള് അനുസരിച്ചുള്ളതല്ല. അത് സമൂഹം അതൊരു മാതൃകയാക്കുന്നതും ശരിയല്ല എന്നതാണ് അവസ്ഥ. അതുകൊണ്ട് അവരെ ചില മര്യാദകൾ, ഇത്തരം കാര്യങ്ങളിലുള്ള മര്യാദകൾ പഠിപ്പിക്കുകയാണ് ഈ സംഭവം ഇവിടെ പരാമർശിക്കുന്നതിലൂടെ അള്ളാഹു ചെയ്യുന്നത് എന്ന് കാണാൻ കഴിയും. അത് അങ്ങനെ ഷൗട്ട് ചെയ്ത് ഉറക്കെ ഉച്ചത്തില് അതും ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്തൊക്കെ അങ്ങനെ ഉറക്കെ ഉച്ചത്തില് വിളിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശല്യം ചെയ്യുക എന്നത് ഒരു മര്യാദകേടാണ് എന്നതാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്ന കാര്യം. അപ്പോ മദീനയുടെ പ്രാന്തപ്രദേശത്ത് അധിവസിച്ചിരുന്ന ഒരു ഗോത്രമുണ്ട്, ബനു തമീം എന്ന പേരിൽ അറിയപ്പെടുന്നു. നേരത്തെ നമ്മൾ അതിനെ പരാമർശിച്ചിട്ടുണ്ട്. ബനു തമീംകാരൊക്കെ നേരത്തെ മുഖല്ലഫുകൾ എന്ന നിലക്ക് നമ്മൾ പരാമർശിച്ച വിഭാഗങ്ങളിൽ പെടുന്ന ഒരു ഗോത്രമാണ് ബനു തമീം. അപ്പൊ ഈ വിഭാഗം അതിൽപ്പെട്ട ഈ ഗോത്രത്തിൽപ്പെട്ട ആളുകൾ, അവരുടെ ഒരു പ്രതിനിധി സംഘം മദീനയിൽ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുകയാണ് അവരുടെ ലക്ഷ്യം. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താമസിക്കുന്ന ഇടം ഈ വീടുകളിൽ ഏതെങ്കിലും ഒന്നിലായിരിക്കും എന്ന് കണക്ക് കൂട്ടിയിട്ട് അവരവിടെ വന്ന് ഉറക്കെ ഉച്ചത്തില് നബിയെ വിളിക്കുകയാണ്. അപ്പൊ ഇതാണ് ഈ 4-ാമത്തെ ആയത്തും അതിന്റെ അനുബന്ധമായ കാര്യങ്ങളൊക്കെ അവതരിക്കുന്നതിന്റെ ഒരു പശ്ചാത്തലം. ഈ കാര്യത്തില് ഖുർആൻ പണ്ഡിതന്മാര് ഇതാണ് അവതരണ പശ്ചാത്തലം എന്ന നിലയ്ക്ക് വലിയ യോജിപ്പുമുണ്ട്. അത് ഹിജ്റ 9-ാം വർഷത്തില് നടന്നു എന്നതാണ് എല്ലാവരും മനസ്സിലാക്കുന്ന ഒരു കാര്യം. അതുപോലെ വേറൊരു വിഷയം, ഇതിലെ 6-ാമത്തെ ആയത്തില് ഒരു പരാമർശമുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബനുൽ മുസ്തലിഖ് ഗോത്രത്തിൽ നിന്ന് സക്കാത്ത് ശേഖരിക്കാൻ വേണ്ടി ഒരാളെ ചുമതലപ്പെടുത്തുന്ന ഒരു സംഭവമുണ്ട്. അയാളുടെ പേര് വലീദ് ഇബ്നു ഉഖ്ബ എന്നാണ്. ഈ വലീദ് ഇബ്നു ഉഖ്ബ ഇസ്ലാമിലേക്ക് വരുന്നത് മക്ക വിജയത്തിനെ തുടർന്നാണ്. മക്ക വിജയ ഘട്ടത്തിലാണ് അദ്ദേഹം ഇസ്ലാമിലേക്ക് വരുന്നത്. അപ്പോ ഇദ്ദേഹത്തെയാണ്, വലീദ് ഇബ്നു ഉഖ്ബയെയാണ് ഈ ഗോത്രത്തിലേക്ക്, ബനുൽ മുസ്തലിഖ് ഗോത്രത്തിലേക്ക് സക്കാത്ത് ശേഖരിക്കാനുള്ള ചുമതല ഏൽപ്പിക്കപ്പെട്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിച്ച് അയക്കുന്നത്, ഇയാളെയാണ് അയക്കുന്നത്. അപ്പൊ ഇദ്ദേഹം ഇസ്ലാമിലേക്ക് വരുന്നത് തന്നെ മക്ക വിജയത്തെ തുടർന്നാണ് എന്ന് വരുമ്പോ അത് തീർച്ചയായിട്ടും ഈ സക്കാത്ത് പിരിക്കുന്ന ഒരു ചുമതല ഇസ്ലാമിലേക്ക് വന്നിട്ടില്ലാത്ത ഒരാളെ ഏൽപ്പിക്കൂലല്ലോ. അപ്പൊ അദ്ദേഹം
ഈ ഇസ്ലാം സ്വീകരിക്കുന്നത് ഹിജ്റ 8-ാം വർഷത്തിലായതുകൊണ്ട് തന്നെ അതിനെ തുടർന്നുള്ള ഒരു സമയത്ത് ഈ ഹിജ്റ 9-ാം വർഷത്തിലൊക്കെ ആയിരിക്കണം അതുമായി ബന്ധപ്പെട്ട ആയത്തുകൾ അവതരിപ്പിക്കപ്പെട്ടത് എന്നാണ് മനസ്സിലാക്കപ്പെടുന്നത്. അപ്പോ ഈ സൂറത്തിന്റെ ഉള്ളടക്കം പരാമർശിക്കുമ്പോൾ ഒരു 8-9 പ്രാധാന്യമുള്ള നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ സ്വഭാവ മര്യാദകളോ ആണ് ഈ സൂറത്തിൽ പഠിപ്പിക്കപ്പെടുന്നത് എന്നത് കാണാൻ കഴിയും. ഇതിലൊന്നാമതായിട്ട് സത്യവിശ്വാസികൾ വളരെ വിശിഷ്ടമായ സ്വഭാവ ഗുണങ്ങളുള്ളവരായിരിക്കണം. അവര് ആ സ്വഭാവ ഗുണങ്ങള് അതുപോലെ ഇത്തരം മര്യാദകൾ, സാമൂഹ്യ മര്യാദകളൊക്കെ പാലിക്കണം എന്നാണ് ഈ സൂറത്തിന്റെ ഉള്ളടക്കം മുന്നോട്ട് വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അതില് ഇതിന്റെ തുടക്കത്തിൽ തന്നെ സൂചിപ്പിക്കുന്ന ഒരു സംഗതി, അള്ളാഹുവിനോടും അവന്റെ ദൂതനോടും ഓരോ കാര്യത്തിലും ഓരോ സന്ദർഭത്തിലും ഏത് തരത്തിലുള്ള ഒരു മര്യാദയാണ് വിശ്വാസികൾ കാണിക്കേണ്ടത് എന്നതാണ് പരാമർശിക്കപ്പെടുന്നത്. അത് അദബ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്ത് നിലക്കുള്ള ഒരു മര്യാദ, അത് സദസ്സിൽ ഒരിടത്തേക്ക് കയറി വരുമ്പോ അവിടുന്ന് പിരിഞ്ഞു പോകുമ്പോ കൂടെ ഇരിക്കുമ്പോ ഒക്കെ കാണിക്കേണ്ട മര്യാദകൾ എന്തൊക്കെയാണ് എന്നത് പ്രാഥമികമായിട്ട് വിശ്വാസികൾ അറിഞ്ഞിരിക്കുകയും നിത്യജീവിതത്തിൽ പാലിക്കുകയും ചെയ്യേണ്ട ഒരു സംഗതിയാണ് എന്ന നിലക്കാണ് അത് പഠിപ്പിക്കപ്പെടുന്നതായിട്ട് കാണാൻ സാധിക്കുക. മറ്റൊന്ന്, അതുപോലെ സാമൂഹ്യ ജീവിതത്തിൽ പലപ്പോഴും വാർത്തകൾ അങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കും. അപ്പൊ നമ്മളുടെ കാതുകളിൽ എത്തിയിട്ടുള്ള ഒരു വാർത്ത നമ്മള് വ്യക്തമായിട്ട് അതിനെക്കുറിച്ച് ബോധ്യമുള്ളവരോ തെളിവ് ലഭിച്ചവരോ ഒന്നും ആയിക്കൊള്ളുന്നില്ല. ഒരു വാർത്ത അങ്ങനെ നമ്മുടെ കാതുകളിൽ എത്തി എന്നതാണ്. അത് നമ്മൾ ഉടനെ തന്നെ അതിന്റെ ശരിതെറ്റുകളോ അതിന്റെ സ്വീകാര്യതയോ ഒന്നും പരിശോധിക്കാതെ അത് പ്രചരിപ്പിക്കുന്ന ആളുകളായി മാറിപ്പോകുന്ന ഒരു ദുരന്തം നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ തന്നെ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പലതും പച്ചക്കള്ളമായിരിക്കും, പലരും ആരെങ്കിലുമൊക്കെ പലതും കുക്കപ്പ് ചെയ്തുണ്ടാക്കിയ ലക്ഷ്യം വെച്ചുകൊണ്ട് സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി പടച്ചു വിട്ടതൊക്കെ ആയിരിക്കും. ചിലപ്പോഴൊക്കെ ഇന്റൻഷണൽ ആയിട്ട് തെറ്റിദ്ധരിപ്പിക്കുകയും വിദ്വേഷം ജനിപ്പിക്കുകയും ഒക്കെ ചെയ്യാൻ വേണ്ടി തന്നെ ഉണ്ടാക്കിയതൊക്കെ ആയിരിക്കും. അപ്പൊ അത് കേട്ട പാടെ അത് എല്ലാവരിലേക്കും അങ്ങ് എത്തിക്കുന്ന, അത് വിശ്വസിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ നിന്നുള്ള നടപടികളിലേക്ക് നീങ്ങുന്ന ഒരു കാര്യം സത്യവിശ്വാസികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല എന്നാണ് അള്ളാഹു ഇവിടെ പഠിപ്പിക്കുന്നത്. കാള തെറ്റു എന്ന് കേൾക്കുമ്പോഴേക്ക് കയറെടുത്ത് ഓടുന്ന ഒരു നിലപാട് അല്ലെങ്കിൽ ഒരു പ്രതികരണം ഉണ്ടായിക്കൂടാ. കയറ് ആവശ്യമുണ്ടോ, ഓടേണ്ടതുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് കാര്യങ്ങളിലേക്ക് നീങ്ങിയാൽ മതി എന്നതാണ് സത്യവിശ്വാസികളോട് പാലിക്കാൻ വേണ്ടി അള്ളാഹു ഇവിടെ നിർദ്ദേശിക്കുന്നത്. അപ്പൊ ഏത് വാർത്ത കേട്ടാലും അത് വാർത്ത കൊണ്ടുവന്ന ആളാരാണ്, അയാൾ വിശ്വസ്തനാണോ, അയാൾ പറയുന്ന കാര്യം യുക്തിസഹമാണോ, ഇനി യുക്തിസഹവും വിശ്വസ്തനും ഒക്കെയാണ് എന്ന് വെക്കുക, എങ്കിൽ തന്നെ അതിൽ ഏറ്റവും വയസ്സായ നിലപാട് എന്തായിരിക്കണം, ആ വാർത്ത തന്നെ ശരിയാണോ തുടങ്ങിയതൊക്കെ പരിശോധിച്ചിട്ട് വേണം ഒരു തീരുമാനത്തിലേക്കോ നടപടിയിലേക്കോ പ്രതികരണത്തിലേക്കോ ഒക്കെ നീങ്ങാൻ. ഇതാണ് പഠിപ്പിക്കപ്പെടുന്ന ഒരു കാര്യം. മറ്റൊന്ന്, മുസ്ലിം സമൂഹം ഇപ്പോ ഒരു സമൂഹമായിട്ട് രൂപപ്പെട്ടിരിക്കുകയാണല്ലോ. ഒരു സമൂഹമാകുമ്പോ, ഒരു ഉമ്മത്തായി മാറുമ്പോ അവരെ കൂട്ടിയിണക്കുന്ന ഒരുപാട് ഘടകങ്ങൾ ഉണ്ടാവും. അവർക്ക് ഒരുമിച്ച് നിൽക്കാനും സ്നേഹബന്ധത്തിലും പരസ്പരം ബഹുമാനം നൽകിക്കൊണ്ടും ഒക്കെയുള്ള ഒരു ഊഷ്മളമായ സാമൂഹ്യ അവസ്ഥ സൃഷ്ടിക്കപ്പെടാൻ ഒരുപാട് കാരണങ്ങൾ ഉണ്ടാകും, ഒരുപാട് അതിനുള്ള പ്രേരണയും ഉണ്ടാവും. അതേപോലെ തന്നെ അവർക്കിടയിലുള്ള ബന്ധം വഷളാക്കുന്ന വിധത്തിലുള്ള പല ഫാക്ടേഴ്സും പ്രവർത്തിച്ചു തുടങ്ങുകയും ചെയ്യും. സ്വാഭാവികമായിട്ടും ഒരു ഉമ്മത്ത്
ആയിരിക്കെ തന്നെ അതിനകത്ത് ചില വിള്ളലുകളും സംഘർഷവും ഏറ്റുമുട്ടലും ഒക്കെ ഉണ്ടായിന്ന് വരും. അഭിപ്രായ ഭിന്നത ഉണ്ടാവുക എന്നത്, അങ്ങനെ ആളുകൾ കക്ഷികളായി തിരിയുകയൊക്കെ ചെയ്യും, പല ഗ്രൂപ്പുകളായിട്ട്. നമ്മള് അത് നല്ല പരിചയമുള്ള ആളുകളുമാണ്. നമുക്ക് കേരളത്തിൽ തന്നെ പിന്നിട്ട ഒരു 2 ദശകങ്ങൾക്കുള്ളില് മുസ്ലിം സംഘടനകള് പിളർന്ന് ധാരാളം വിഭാഗങ്ങളായി മാറിയ കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു പിളർപ്പ് ഇസ്ലാമിക സമൂഹത്തില് ഗ്രൂപ്പുകളായി മാറുന്ന ഒരവസ്ഥ ഉണ്ടായാൽ ഈ പിളർപ്പിന്റെ ഒന്നും ഒരു പക്ഷത്തും ചേർന്നിട്ടില്ലാത്ത സാധാരണ ആളുകൾ എന്ത് സമീപനം സ്വീകരിക്കണം എന്നതൊരു വിഷയമാണ്. ഏതെങ്കിലും ഒന്നിലേക്കാണ്ട് കൂടുന്ന ഒരു സ്വഭാവം നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഗ്രൂപ്പുകളായി തിരിയുകയും പരസ്പരം ഭിന്നതയിലും അതുപോലെ വിയോജിപ്പിലും ഒക്കെയായി മാറുമ്പോൾ ഇസ്ലാമിക സമൂഹത്തിലെ ആളുകൾ, അതിൽ പെടാത്തവർ എന്ത് സമീപനമാണ് സ്വീകരിക്കേണ്ടത് എന്നത് ഈ സൂറത്തിൽ പ്രതിപാദിക്കപ്പെടുന്നതായിട്ട് കാണാൻ കഴിയും. അതുപോലെ മറ്റൊന്ന്, ശൈഥില്യമുണ്ടാക്കുന്ന തിന്മകളിൽ നിന്ന്, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന, സമൂഹത്തിൽ വിള്ളലും ശൈഥില്യവും ഒക്കെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ അത്തരം തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കാൻ വേണ്ടി അള്ളാഹു അനുശാസിക്കുന്നത് കാണാൻ കഴിയും. ചില കാര്യങ്ങൾ പ്രത്യേകിച്ച് ആളുകൾക്കിടയിൽ അകൽച്ച ഉണ്ടാക്കുകയും വിള്ളൽ ഉണ്ടാക്കുകയൊക്കെ ചെയ്യാൻ കാരണമാകും. ഉദാഹരണത്തിന് പരിഹസിക്കുക എന്നുള്ളത്, ഒരു കൂട്ടർ മറ്റൊരു കൂട്ടരെ പരിഹസിക്കുക എന്നുള്ളത്, അതിന് ചിലപ്പോ ഒരു കഴമ്പും ഉണ്ടാവില്ല. പരിഹസിക്കുന്നതിൽ പരിഹസിക്കപ്പെടുന്നവര് ആയിരിക്കും പലപ്പോഴും പരിഹസിക്കുന്നവരെക്കാൾ ഉത്തമരായിരിക്കുക, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോ പരസ്പരം പരിഹസിക്കുന്ന സ്വഭാവം, അതുപോലെ കുത്തുവാക്കുകൾ പറയുന്ന, കുത്തിപ്പറയുക എന്ന് പറഞ്ഞാൽ നേർക്ക് നേരം മുഖത്ത് നോക്കി കാര്യം പറയുക എന്നുള്ളതല്ല, എന്തെങ്കിലുമൊക്കെ അർത്ഥം വെച്ച് അങ്ങ് സംസാരിക്കുക. ലക്ഷ്യമിടുന്നത് അത് ആരെ ലക്ഷ്യമിട്ടാണോ പറയുന്നത് അവരെ വേദനിപ്പിക്കുക എന്നുള്ളതും അവരെ പ്രയാസപ്പെടുത്തുക എന്നുള്ളതൊക്കെ തന്നെയാണ്. അപ്പൊ കുത്തിപ്പറയുക എന്നുള്ള ഒരു ദൂഷ്യം. അതുപോലെ ചീത്തപ്പേര് വിളിക്കുക എന്നുള്ളത്, ദുഷ്പേര് വിളിക്കുക എന്നുള്ളതാണ് മറ്റൊരു ദൂഷ്യം. സമൂഹത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു, ഇപ്പം നമുക്ക് നമ്മളുടേതായ വാപ്പയമ്മയൊക്കെ ഇട്ടൊരു നല്ല പേരുണ്ടാവും. ആ പേര് തന്നെ ഒന്ന് ഡിസ്റ്റോർട്ട് ചെയ്ത്, അല്ലെങ്കിൽ ആ പേരായിട്ടൊന്നും ഒരു ബന്ധമില്ലാത്ത ഒരു വാക്ക് അയാളുടെ പെരുമാറ്റത്തിലോ സംസാരത്തിലോ രീതിയിലോ എപ്പോഴെങ്കിലും പ്രകടമായ എന്തെങ്കിലും വെച്ചിട്ട് അതൊരു പേരാക്കി മാറ്റിയിട്ട് അയാൾ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല അങ്ങനെ വിളിക്കാൻ. അത് ഒരു പേരാക്കി വിളിക്കുക എന്നത് സമൂഹത്തില് ചിത്രത ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. മനസ്സിലാക്കേണ്ട ഒരു സംഗതി, നമ്മുടെ സമൂഹത്തില് പേര് വിളിക്കുന്നത് എന്തോ ഒരു മോശമായ സംഗതിയായിട്ട് ചിലപ്പോഴെങ്കിലും ആളുകൾ മനസ്സിലാക്കുന്നുണ്ട്. യഥാർത്ഥത്തില് ഒരാൾക്കൊരു പേരിടുന്നത് ആ പേര് വിളിക്കപ്പെടാൻ വേണ്ടിയാണ്. അതിനാണ് ഒരു പേര്. അങ്ങനെ ഒരാളുടെ പേര് വിളിക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല. പ്രായത്തിലൊക്കെ കൂടിയ ആളുകളാണെങ്കിൽ ഇപ്പോ അറബ് കൾച്ചറിന്റെ ഭാഗമായിട്ട് അബു ചേർത്ത് പറയും. മക്കളുടെ മൂത്ത മകന്റെ പേരിനോട് അബു ചേർത്തിട്ട് അബു മുഹമ്മദിനോ അല്ലെ അബു അഹമ്മദ് എന്നൊക്കെ വിളിക്കും. ഇനി മക്കളില്ലാത്ത ആളുകളാണെങ്കിൽ അവരുടെ പേരിനോട് തന്നെ അബു ചേർത്ത് വിളിക്കും, അബു മുഹമ്മദ്. അപ്പൊ ഇതിന് പകരം നമ്മുടെ സമൂഹത്തിൽ ഒരു പക്ഷേ നിലനിൽക്കുന്നത് ഈ ഇക്ക ചേർത്ത് വിളിക്കലായിരിക്കും നമ്മുടെ മലയാളി സമൂഹത്തിൽ. അത് എത്രത്തോളം നല്ലതാണെന്നുള്ളത് നമുക്ക് ആലോചിക്കാം. പക്ഷെ അതൊരു ആദരവ് കാണിക്കുന്ന ഒരു രീതിയാണ് നമ്മളുടെ കൾച്ചറലായ സിറ്റുവേഷനിൽ. അപ്പൊ ഇത് എപ്പോഴും ഇപ്പൊ തൊഴിലുമായിട്ടൊക്കെ ചേർത്തുകൊണ്ട് ഒരാളുടെ പേര് വിളിക്കുന്ന രീതിയൊക്കെ ഉണ്ട്. ചിലപ്പോ അതിലൊരു ആദരവുണ്ടാവും. ആ തൊഴില് ആദരിക്കപ്പെടുന്ന ഒരു തൊഴിലാണ് സമൂഹത്തിൽ, അങ്ങനെയാണ് പരിഗണിക്കപ്പെടുന്നതെങ്കിൽ അതുപോലെ ചില തൊഴിലിന്റെ കാര്യത്തിൽ അത് ചേർത്ത് പറയുന്നത് അയാളൊന്ന് ഇകഴ്ത്തലായിരിക്കും അതിൽ അടങ്ങിയിട്ടുണ്ടാവുക.
യഥാർത്ഥത്തിൽ ഈ തൊഴിൽ ചേർത്ത് പറയുന്നത് ആളെ മനസ്സിലാകേണ്ടി വരുമ്പോ ഒരു വിവരണമായിട്ട് ഒക്കെ പറയുക എന്നല്ലാതെ അത് പേരിന്റെ ഭാഗമാക്കിയിട്ട് അങ്ങനെയാണ് ചേർത്ത് വിളിക്കുന്നത് അത്ര അഭികാമ്യമായ ഒരു സംഗതിയല്ല. ചിലയിടത്തൊക്കെ ബഹുമാനം കാണിക്കുന്ന വിധത്തിലൊക്കെ ആവാം, പക്ഷെ അതുമല്ല ഇപ്പോഴും അതങ്ങനെ ബഹുമാനം കാണിക്കുന്ന രീതിയൊന്നും ആയിക്കൊള്ളുന്നില്ല. എന്തായാലും അങ്ങനെയുള്ള ആളുകൾ ഇഷ്ടപ്പെടാത്ത പേരുകൾ വിളിക്കുന്നത് സമൂഹത്തില് ഛിദ്രതയോ പ്രശ്നമോ ഒക്കെ ഉണ്ടാക്കാൻ സാധ്യതയുള്ള സംഗതിയാണ്. അതിനെ ഒരു പരാമർശം ഇവിടെ നടക്കുന്നത് കാണാം. അതുപോലെ ഊഹങ്ങൾ വെച്ച് പുലർത്തല്, ഊഹങ്ങള് വളരെ അപകടകരമാണ്. കാര്യങ്ങൾ പരിശോധിച്ച് നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് നിലപാടുകൾ എടുക്കേണ്ടത്. ഊഹങ്ങളുടെ അടിസ്ഥാനത്തിൽ ആർക്കെതിരെയും ആരുടെ കാര്യത്തിലും ഒരു നടപടിയും ഉണ്ടാവാൻ പാടില്ല. അത് ചിലപ്പോ നമ്മള് ആളുകളെ വിലയിരുത്തുന്നതിലും അങ്ങനെ വലിയ അപകടം പറ്റും. ഒരാള് ചില കാര്യങ്ങളിൽ ഒരു ഒരു നിലപാടും കണിശതയൊക്കെ പാലിക്കുന്നത് അയാൾക്ക് മനസ്സിൽ ചില കാരണങ്ങളോ താല്പര്യങ്ങളോ ഒക്കെ ഉണ്ടാവും. അത് ഇന്നതാണ് എന്ന് നമ്മൾ സങ്കല്പിച്ചുകൊണ്ട് അയാളോട് പ്രതികരിക്കുകയാണെങ്കിൽ അത് ചിലപ്പോൾ വലിയ അപകടമാവും. കാരണം അയാളുടെ മനസ്സിലുള്ള താല്പര്യമോ ഉദ്ദേശമോ അത് ആയിക്കൊള്ളണമെന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു വിഷയവും ഈ സാമൂഹ്യ ബന്ധത്തില് മനുഷ്യന് പ്രശ്നം സൃഷ്ടിക്കുന്ന വിധത്തിലുള്ളതായി കാണാൻ സാധിക്കും. അതുപോലെ ഒരു സാമൂഹ്യ ദൂഷ്യമാണ്, സ്വഭാവപരമായ ഒരു പ്രശ്നമാണ് ചുഴിഞ്ഞന്വേഷിക്കല്. നമ്മളെ ബാധിക്കാത്തൊരു വിഷയം ആരെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ നമ്മൾ അങ്ങ് കയറി ചെല്ലുകയാണ്. പിന്നെ അത് കുത്തി കുത്തി ചോദിച്ച് ചുഴിഞ്ഞന്വേഷിച്ച് അവര് തമ്മിൽ സംസാരിച്ചിരുന്ന ആ വിഷയം അങ്ങ് പുറത്ത് കൊണ്ടുവന്ന് അതില് നമ്മൾ അഭിപ്രായം പറഞ്ഞാലേ നമുക്ക് സമാധാനം ഉണ്ടാവുള്ളൂ എന്നുള്ള ഒരു രീതിയാണ് പലപ്പോഴും ആളുകളുടെ സംസാരം ഇടപഴകലൊക്കെ കണ്ടാല് മനസ്സിലാവുക. അങ്ങനെയാണ് തോന്നുന്നത്. യഥാർത്ഥത്തിൽ ഒരു രണ്ടുപേരിരുന്ന് സംസാരിക്കുന്ന ഇടത്തേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോ അവര് സംസാരിച്ചു കൊണ്ടിരുന്നത് എന്ത് തന്നെ ആവട്ടെ, അത് നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമില്ല. അത് നമ്മളെ ബാധിക്കുന്ന, നമുക്ക് നമ്മുടെ പ്രതികരണം ആവശ്യമുള്ള വിഷയമാണെങ്കിൽ അത് അവര് തന്നെ നമ്മളോട് പറഞ്ഞോളൂല്ലോ. അത് ചുഴിഞ്ഞന്വേഷിച്ച് നമ്മളതിൽ അഭിപ്രായം പറഞ്ഞ് ഒരു ജഡ്ജ്മെന്റ് പാസ്സാക്കി അവിടുന്ന് പോകാൻ അങ്ങനെ പാടുള്ളൂ എന്നുള്ള ഒരു വാശി കാണിക്കുന്ന ഒരു സ്വഭാവപരമായ ദൂഷ്യം പല ആളുകളും പ്രകടിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അത് അപകടം മാത്രമേ ഉണ്ടാക്കുള്ളൂ, അതുകൊണ്ട് യാതൊരു ഗുണവും ഉണ്ടാക്കില്ല. അതുപോലെ പരദൂഷണം എന്നത് അത് ഏറ്റവും അപകടകരമായ ഒരു തിന്മയാണ്, പരദൂഷണം. അതുപോലെ സമൂഹത്തെ നശിപ്പിക്കുന്ന ഇത്തരം കാര്യങ്ങൾ, സ്വഭാവപരമായ ഇത്തരം വിഷയങ്ങൾ, ഇതൊക്കെ നിഷിദ്ധമായ സംഗതികളാണ് എന്നത് ഈ സൂറത്ത് പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ മറ്റൊരു സംഗതി, ലോക സമൂഹങ്ങൾക്കിടയിൽ തന്നെ വലിയ കുഴപ്പമുണ്ടാക്കാൻ, രാഷ്ട്രങ്ങൾക്കിടയിൽ വലിയ കുഴപ്പമുണ്ടാക്കാനൊക്കെ കാരണമാകുന്ന ഒരു സംഗതിയാണ് ഒരു ഇടുങ്ങിയ ദേശീയത. അതുപോലെ വർഗീയതയും അതുപോലെയുള്ള ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്ന ഉച്ചനീചത്വങ്ങളെ ഒലിപ്പിച്ച് കൊണ്ട് നടക്കുക എന്നുള്ള സംഗതി. നമ്മളാണ് മുന്തിയവര് എന്ന് വരുത്തുന്ന വിധത്തില് ഒരു ദേശീയ വികാരം ആളിക്കത്തിച്ചു കൊണ്ട് നടക്കുക എന്നുള്ള ജാഹിലിയത്താണ്. എല്ലാവരും മനുഷ്യരാണ്, അതിർത്തിക്ക് അപ്പുറത്തുള്ളവരും മനുഷ്യരാണ്, ഇപ്പുറത്തുള്ളവരും മനുഷ്യരാണ്. ആരാണോ നന്മയും അതുപോലെ സ്വഭാവശുദ്ധിയും ഒക്കെ ആയിട്ട് ജീവിക്കുന്നത് അവർക്കാണ് ഉന്നതിയുള്ളത്, അവരാണ് മെച്ചപ്പെട്ടവര്. അല്ലാതെ അതിർത്തിക്ക് അപ്പുറത്തുള്ളവര് മോശവും ഇപ്പുറത്തുള്ളവര് നല്ലവരും എന്ന ഒരു മാനദണ്ഡം ഇസ്ലാമിലില്ല. അത് അനാവശ്യമായ സമൂഹത്തില് അനാവശ്യമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കാരണമാകുന്ന, സമൂഹത്തില് വിള്ളൽ ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ് ഈ ഇടുക്കമുള്ള ദേശീയ വികാരം എന്നത്. അത് ദേശസ്നേഹമല്ല, അത് ഇരുട്ടാണ്, കണ്ണുകളില് അന്ധതയാണ്, ഇരുട്ടാണ്. ദേശീയത എന്ന് പറയുന്ന ആ വികാരം ഉണ്ടല്ലോ, നമ്മളാണ് നമ്മളുടെ ആള് അല്ലെങ്കിൽ നമ്മുടെ സംഘം, നമ്മുടെ മണ്ണ്, നമ്മുടെ ഇതിലല്ല പ്രാധാന്യമുള്ളത്. നമ്മുടെ സമൂഹത്തോട് നമുക്ക് തീർച്ചയായിട്ടും പ്രതിബദ്ധതയും കടപ്പാടും
അതുപോലെ സ്നേഹവും ഒക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടാവേണ്ട വികാരങ്ങളാണ്. അതിനാണ് നമ്മൾ ദേശസ്നേഹം എന്ന് പറയുന്നത്. അപ്പൊ ആ ഭൂപ്രദേശത്തിന്റെ, ആ നാട്ടിന്റെ വികസനത്തിനും നന്മക്കും വളർച്ചയ്ക്കും ഒക്കെ വേണ്ടി നമ്മൾ പ്രയത്നിക്കും. അതൊരിക്കലും തന്നെ നമ്മുടെ നാടിന്റെ അതിർത്തിക്ക് അപ്പുറത്തുള്ളവരോട് എന്തെങ്കിലും വിദ്വേഷം ഉണ്ടാക്കാനല്ല. അവർക്കെതിരില് നമ്മളിൽ നിന്ന് ഒരു വികാരം ഉണ്ടായി വരാൻ വേണ്ടിയുള്ളതല്ലാതെ. അപ്പോ ഇങ്ങനത്തെ ഇടുങ്ങിയ ദേശീയ വികാരം, അതുപോലെ ഏതെങ്കിലും ഒരു വർഗത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ, അത് പ്രൊഫഷണൽ ക്ലാസ് ഉണ്ടാവാം, അതല്ലെങ്കിൽ സോഷ്യൽ ക്ലാസ് ഉണ്ടാവാം. അപ്പൊ ഇതിന്റെയൊക്കെ പേരിൽ അങ്ങനെയുള്ള നമ്മൾ ആ ക്ലാസ്സിനോട് ഒരു പക്ഷപാതിത്വം കാണിക്കുക എന്നൊരു സ്വഭാവം പലപ്പോഴും കണ്ടിട്ടുള്ള ഒരു വിചിത്രമായ ഒരു സംഗതി. ഞാൻ കോളേജിൽ ജോലി ചെയ്തിരുന്ന കാലത്ത്, ഇപ്പോ ഞാൻ ഇംഗ്ലീഷ് ഫാക്കൽറ്റി ആയിരുന്നു. സെയിം അതേ സ്ഥാപനത്തിൽ തന്നെ ഹിന്ദി, ഉറുദു, സംസ്കൃതം ഒക്കെ പഠിപ്പിക്കുന്ന ആളുകളും ഉണ്ടല്ലോ. ഈ ആളുകൾക്ക് ഇപ്പൊ ഇംഗ്ലീഷിലുള്ള ആളുകൾക്ക് ഇംഗ്ലീഷ് ഇനിയും പഠിച്ചു വരുന്ന തരം ആളുകളോട് എന്തോ ഒരു പ്രതിബദ്ധതയും കടപ്പാടുമാണ്. ഹിന്ദി പഠിപ്പിക്കുന്നവർക്ക് ഹിന്ദി പഠിക്കാൻ താല്പര്യം കാണിച്ചു വരുന്നവരോ പഠിപ്പിക്കേണ്ടി വരുന്നവരോ ഒക്കെ ആയ ആളുകളോട് എന്തോ ഒരു വർഗപരമായ അടുപ്പം, ഇഷ്ടം കൂടുതൽ ഉണ്ടാകുകയും അവർക്ക് വേണ്ടി ഔട്ട് ഓഫ് ദ വേ പല നടപടികളും ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു സ്വഭാവം. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യേണ്ട കാര്യം? ഓരോരുത്തരും അവരുടെ അർഹതയും യോഗ്യതയൊക്കെ അനുസരിച്ച് ഏതെങ്കിലും അവരുടെ മേഖല തെരഞ്ഞെടുത്ത് വരുന്നതല്ലേ. ഇപ്പൊ നിങ്ങൾ ഹിന്ദിയെ പ്രൊമോട്ട് ചെയ്യാന്ന് വെച്ചാല് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളുകൾ ഹിന്ദിയുടെ ആളുകളായിട്ട് വരുമെന്ന്? നിങ്ങളുടെ മക്കള് ഹിന്ദി അധ്യാപകരായിട്ട് വരുന്ന വല്ല സാധ്യതയുണ്ടോ? വല്ല ഉറപ്പുണ്ടോ? അല്ലെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളുകള് ഹിന്ദിയുടെ ആളുകളായി വരും, നിങ്ങൾ ഹിന്ദിക്ക് വേണ്ടി മുറവിളി കൂട്ടുന്നതിന് എന്ത് കാര്യമാണുള്ളത്? അപ്പൊ അതൊരു തരം എന്താ പറയാ, മനുഷ്യരിൽ രൂപപ്പെട്ടു വരുന്ന ഒരു തരം ഇടുക്കമാണ്, മനസ്സിന്റെ ഇടുക്കമാണ് അതിൽ പ്രകടമാകുന്നത്. അപ്പോ ഇങ്ങനെയുള്ള സംഗതികള് സമൂഹത്തില്, രാഷ്ട്രങ്ങൾക്കിടയില് ഉള്ള ഉച്ചനീചത്വങ്ങളും ഡിസ്ക്രിമിനേഷനും പക്ഷപാതിത്വം ഒക്കെ ഉണ്ടാകാൻ കാരണമാവും. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന മധ്യപൗരസ്ത്യ ദേശത്തെ ആ യുദ്ധത്തിന്റെ തന്നെ പശ്ചാത്തലം ഒന്ന് എടുത്തു നോക്കൂ. അത് ഒരു അറബ് വംശീയത ഒരു ഭാഗത്ത്, ഇപ്പുറത്ത് പേർഷ്യൻ വംശീയത ഒരു ഭാഗത്ത് എന്ന നിലക്ക് ചിലർ അതിനെ കൈകാര്യം ചെയ്യുന്ന കാണാം. അറബ് ഭൂപ്രദേശത്തും ഷിയ വിഭാഗങ്ങളുണ്ട്. അതുപോലെ അറബി സംസാരിക്കാത്ത സമൂഹങ്ങളിലും ഷിയ വിഭാഗങ്ങളുണ്ട്. അപ്പൊ അതിനേക്കാളേറെ അറബ് ദേശീയതയുടെ ഒരു സ്വാർത്ഥത ചിലയിടത്ത് പ്രകടമാകുക, എന്നിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ അവര് പേർഷ്യൻ പശ്ചാത്തലത്തിലുള്ളവരോട് ഒരു ഡിസ്ക്രിമിനേഷനോ അല്ലെങ്കിൽ ഒരു മതിപ്പില്ലായ്കയോ കാണിച്ചുകൊണ്ടുള്ള പെരുമാറ്റം കാണിക്കുക, മറിച്ചും ഉണ്ടാവുക. ഇത് ഒക്കെ തന്നെ ജാഹിലിയത്താണ്. അടിസ്ഥാനപരമായിട്ട് ഇസ്ലാം വിരുദ്ധമായ നിലപാടുകളാണ് എന്നതാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പോ ചിലര് തങ്ങളാണ് കേമന്മാര്, ഞങ്ങളുടെ കൂട്ടരാണ്, ഞങ്ങളുടെ ഗോത്രമാണ്, ഞങ്ങളുടെ നാട്ടുകാരാണ്, ഞങ്ങളുടെ സംസ്കാരമാണ്, ഞങ്ങളുടെ ഭാഷയാണ് സുപ്പീരിയർ ആയിട്ടുള്ളത്, മഹത്വമുള്ളത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സമീപനം സ്വീകരിക്കുന്നത് ഇത്തരം സംഗതികൾ മറ്റുള്ളവരെ മോശമാക്കാനും താഴ്ത്തിക്കെട്ടാനും അവര് നിലവാരം കുറഞ്ഞവരാണെന്ന് വരുത്താനും ഒക്കെയുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗം കൂടിയാണല്ലോ. ഇതൊക്കെയും ജാഹിലിയ സ്വഭാവത്തിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അപ്പോ ശ്രേഷ്ഠതയുടെ മാനദണ്ഡം എന്താണ് എന്നത് ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. മനുഷ്യരൊക്കെയും തന്നെ ഒരു ആണിന്റെയും ഒരു പെണ്ണിന്റെയും മക്കളായിട്ട് വന്നവരാണ്. അപ്പൊ അവർക്കിടയില് തഖ്വയാണ് ശ്രേഷ്ഠതയുടെ മാനദണ്ഡം. അല്ലാതെ ഹിന്ദി സംസാരിക്കുന്നവരെന്നോ പേർഷ്യൻ സംസാരിക്കുന്നവരെന്നോ മലയാളം സംസാരിക്കുന്നവരെന്നോ അറബി സംസാരിക്കുന്നവര് എന്നോ ഒന്നുമുള്ളത് ഔന്നത്യത്തിന്റെ ഒരു മാനദണ്ഡമല്ല, ശ്രേഷ്ഠതയുടെ ഒരു മാനദണ്ഡമല്ല. ഇതൊക്കെ തിരിച്ചറിയാനുള്ള ചില സ്റ്റിക്കറുകളാണ് എന്നാണ് അള്ളാഹു ഇവിടെ വ്യക്തമാക്കുന്നത്. ചില സ്റ്റിക്കർ ഒട്ടിച്ചിട്ടിരിക്കുകയാണ്, ആളുകളെ ഐഡന്റിഫൈ ചെയ്യും, ആളുകൾക്ക് അങ്ങനെ ഒരു അവരെ നമുക്ക് സ്പോട്ട് ചെയ്യും, ഐഡന്റിഫൈ ഒക്കെ ചെയ്യണമെങ്കിൽ ഒരാളെ പറ്റി പറയുമ്പോൾ
ഈ പേരും ഊരും ഭാഷയും സംസ്കാരവും ഇങ്ങനെയൊക്കെയുള്ള സംഗതികള് ടാഗുകൾ വേണ്ടിവരും. തിരിച്ചറിയാനുള്ള അടയാളങ്ങൾ മാത്രമാണ്. അപ്പോ അതുപോലെ ഈ സൂറത്തില് പ്രതിപാദിക്കപ്പെടുന്ന ഒരു വിഷയം, വിശ്വാസം എന്നത് കേവലം നാവുകൊണ്ട് അങ്ങനെ ഒരു അവകാശവാദം നടത്തുന്ന പ്രഖ്യാപനത്തിലുള്ള ഒരു സംഗതിയല്ല. പ്രത്യേകിച്ച് ഇസ്ലാമിലേക്ക് കടന്നു വന്ന മക്ക ഫതഹിനെ തുടർന്ന് കടന്നു വന്ന ആളുകളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമായിട്ട് നമുക്കിതിനെ മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾ നാവ് കൊണ്ട് ഞങ്ങൾ വിശ്വാസികളായിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചത് കൊണ്ട് കാര്യമില്ല. അത് നിങ്ങളുടെ പ്രയോഗത്തില് നിങ്ങൾ അള്ളാഹുവിനോടും അവന്റെ ദൂതനോടും ഒക്കെ കാണിക്കുന്ന പ്രതിബദ്ധത, അനുസരണം, അതുപോലെ ജീവൻ നൽകാനും സമ്പത്ത് നൽകാനും ഒക്കെയുള്ള സന്നദ്ധത, പോരാടാനുള്ള സന്നദ്ധത, ഇതിലൂടെയൊക്കെ തെളിയിക്കപ്പെടേണ്ട ഒരു സംഗതിയാണ്. ഞങ്ങൾ മുസ്ലിങ്ങളാണ് എന്ന് പറയുന്നതാണ് ഇപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്നാണ് അവരെ ഓർമ്മിപ്പിക്കുന്നത്. അതല്ല, അള്ളാഹുവിന്റെ മാർഗത്തില് അള്ളാഹുവിനോടും അവന്റെ ദൂതനോടും വിധേയത്വവും അനുസരണയും കാണിച്ചുകൊണ്ട്, അതുപോലെ സമ്പത്തും ജീവനും ഒക്കെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ത്യജിക്കാനുള്ള സന്നദ്ധതയിലൂടെയാണ് ഒരാള് യഥാർത്ഥത്തിൽ വിശ്വാസിയാണോ അല്ലേ എന്നത് വെളിപ്പെടുത്തപ്പെടുന്നത്. ഇതാണ് അള്ളാഹു വ്യക്തമാക്കുന്നത് ഇവിടെ. അതുപോലെ കേവലം നമ്മൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് എന്തോ ഒരു ഔദാര്യം ചെയ്യുന്ന പോലെ ഞങ്ങൾ വിശ്വാസികളായിരിക്കുന്നു എന്ന് നബിയുടെ അടുക്കൽ വന്ന് പറയുന്നത് എന്തോ ഒരു പുണ്യമാണ് എന്ന നിലക്ക് പലരും ആ നിലക്ക് അതിനെ കണ്ടുകൊണ്ട് വന്ന് വിശ്വാസം പ്രഖ്യാപിച്ചു പോകുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. അതിനെ പരാമർശിച്ചുകൊണ്ടാണ് അതല്ല ഒരാളെ വിശ്വാസിയായി പരിഗണിക്കപ്പെടുന്നതിന്റെ മാനദണ്ഡം. അങ്ങനെ കേവലം നാവുകൊണ്ട് നടത്തുന്ന പ്രഖ്യാപനങ്ങള് അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമാവുന്നില്ല. അത് കർമ്മങ്ങളിലും ജീവിത വ്യവഹാരങ്ങളിലും തെളിയിക്കപ്പെടുന്നത് വരെ ആ പ്രഖ്യാപനങ്ങൾക്ക്, അവകാശവാദങ്ങൾക്ക് യാതൊരു വിലയും കൽപ്പിക്കപ്പെടുന്നതല്ല എന്നതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോ ഈ സൂറത്തിന്റെ ഉള്ളടക്കം ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ വിലയിരുത്തലുകളും നിയമ കാര്യങ്ങളും സ്വഭാവ മര്യാദകളും ഒക്കെ അടങ്ങിയിട്ടുള്ള, അതൊക്കെ പഠിപ്പിക്കുന്ന വിധത്തിലുള്ളതാണ് ഈ സൂറത്തിന്റെ ഉള്ളടക്കം. ഇത് ഹിജ്റ 9-ാം വർഷത്തിലായിരിക്കണം ഈ ആയത്തുകൾ ചേർത്ത് വെച്ച് ഒരു സൂറത്തായിട്ട് പരിഗണിക്കപ്പെടുന്നത്. അല്ലെങ്കിൽ ആ നിലക്ക് ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കപ്പെടുന്നത്. ഹിജ്റ 8-ാം വർഷത്തിലെ മക്ക വിജയ സംഭവത്തിനെ തുടർന്നുള്ള അവതരണങ്ങൾ, അതിനെ തുടർന്ന് അവതരിച്ച ആയത്തുകൾ ഉൾപ്പെടെയുള്ള ഒരു സൂറത്താണിത്. അതുപോലെ ഇതില് പരാമർശിക്കപ്പെടുന്ന വിഷയങ്ങൾ മിക്കതും മുസ്ലിം സമൂഹത്തിന്റെ സ്വഭാവപരമായ, അതുപോലെ അവരുടെ പെരുമാറ്റം, മര്യാദകള്, സാമൂഹ്യ ബന്ധങ്ങൾ തുടങ്ങിയ സംഗതികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങളും വിധി തീർപ്പുകളും നിയമങ്ങളും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് ഈ സൂറത്ത്. അപ്പോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സൂറത്തുൽ ഹുജറാത്ത്, അതിന്റെ പേര്, അവതരണ പശ്ചാത്തലം, അതിന്റെ ഉള്ളടക്കം തുടങ്ങിയ കാര്യങ്ങളെ ഊന്നിക്കൊണ്ടാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുകയുണ്ടായത്. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.